ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി പി രാജീവ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ശ്രീ പദ്ധതി അറബിക്കടലിലെറിയുമെന്ന് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചവർക്ക് അത് നടത്തിക്കാണിക്കണമെന്ന് രാജീവ് വെല്ലുവിളിച്ചു. വാഗ്ദാനം നൽകാൻ മാത്രമല്ല, ഭരിക്കാനുള്ള നട്ടെല്ലും ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞിരുന്നത്? ഒപ്പിടാതിരിക്കുന്ന ഏത് സാഹചര്യമാണ് ഉണ്ടായത്? ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയും. RSS അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള രഹസ്യധാരണ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ടതിന് ശേഷമാണ് ഒപ്പിട്ടത്. ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രസ്താവന. എന്നാൽ ആ പ്രസ്താവനകൾക്കെല്ലാം ഘടകവിരുദ്ധമായി ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നതിന് വല്ല പ്രസക്തിയുണ്ടോ? ഞങ്ങൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സെക്രട്ടറി ഒപ്പിട്ടപ്പോൾ അത് വിവാദമായി വന്നു. ഞങ്ങളത് പരിശോധിച്ചു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ട് കൂട്ടായി തീരുമാനിച്ചു. ക്യാബിനറ്റിന്റെ ഡിസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനത്തിൽ ഗവൺമെന്റ് ക്യാപ്റ്റൻ അബെയിൻസ് അത് തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് കേന്ദ്രത്തിന് കത്തെഴുതി. പിന്നെ ഞങ്ങൾ കടുകുമണി മുന്നോട്ട് പോയില്ല.